നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് കെ സുബ്രഹ്മണ്യനാണ്. അദ്ദേഹം കൊല്ലം ബാറിലെ ഒരു അഭിഭാഷകനാണ്, അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് എല്ലാത്തിനെ കുറിച്ച് ഒരു വേറിട്ട രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഓരോന്നിനെ കുറിച്ച് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ഓണക്കാലമാണ്, ഇപ്പോൾ ഓണം കഴിഞ്ഞു. അപ്പോൾ ഈ അവസരത്തിൽ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കുറേ ചിന്തകളുണ്ട്. നിയമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, ആ കൺസെപ്റ്റ്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനറലായിട്ടുള്ള നമ്മുടെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാർ നമസ്കാരം. നമുക്കൊന്ന് അതൊക്കെ ചോദിച്ച് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു മഹാബലിയുടെ ഒരു കാലത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഓണം ആഘോഷം എന്ന് പറയുന്നത്. അതെ, കളവുമില്ല, ചതിയുമില്ല, അല്ലേ, അങ്ങനെ കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. അപ്പോൾ അത്തരം ഒരു നമ്മളെ പലപ്പോഴും അത് കേൾക്കുമ്പോൾ ഒരു ഉട്ടോപ്യൻ സങ്കല്പം പോലെ തോന്നും. അതെങ്ങനെ സംഭവിക്കും, അങ്ങനെ യാഥാർത്ഥ്യമാകും. അപ്പോൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് സാറിന്റെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം, എന്നിട്ട് അതിലോട്ടൊക്കെ പതുക്കെ വരാം. ഓണം ഒരു നമ്മുടെ ചെറുപ്പത്തിലെ സന്തോഷമാണ്. ഓരോ മലയാളി വളർന്നു വരുന്നത് അദ്ദേഹത്തിന്റെ ആസ്വാദന നിലവാരം, സംസ്കാരം ഒക്കെ രൂപപ്പെടുത്തുന്നത്, ജീവിതത്തോടുള്ള വലിയ റെസ്പോൺസിബിലിറ്റി രൂപപ്പെടുത്തുന്നത്, നമ്മുടെ സമൂഹത്തോടും മലയാളത്തോടും നാടിനോടുള്ള സ്നേഹം പഠിപ്പിക്കുന്നത് ഒക്കെ ഓണക്കാലമാണ്. ഒരു സമൂഹത്തിൽ പാലിക്കേണ്ട ധാരാളം നല്ല കാര്യങ്ങൾ ഓണക്കാലത്ത് നമുക്ക് അറിയാതെ മനസ്സിലാവുന്നുണ്ട്. അതിൽ ഏവരും സുഭിക്ഷമായി ആഹാരം കഴിക്കുന്ന, സങ്കടങ്ങളില്ലാത്ത, സംഘർഷങ്ങളില്ലാത്ത, എല്ലാവരും സന്തോഷിക്കുന്ന, കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് വൃദ്ധന്മാർ വരെ ആഘോഷിക്കുന്ന ഒരനുഭവം, അത് എന്തു വലിയ പോസിറ്റീവ് എനർജിയാണ് ഒരു മലയാളിയുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് ഓണത്തിന്റെ വലിയ പ്രത്യേകത. അതാണ് എല്ലാ മലയാളിയെയും പോലെ എന്റെയും അനുഭവം. കഴിഞ്ഞ കാൽനൂറ്റാണ്ട് അഭിഭാഷകനായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഓണം അടഞ്ഞു കിടക്കുന്ന ഞങ്ങളുടെ തൊഴിൽ സ്ഥലമാണ്. കോടതികളൊക്കെ അടഞ്ഞു കിടക്കും, പോലീസ് സ്റ്റേഷനിലൊക്കെ ഏതാണ്ട് ശാന്തമാണ്. ചെറിയ തർക്കങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വലിയ സംഘർഷങ്ങൾക്കൊന്നും ആളുകൾ തയ്യാറാവുന്നില്ല. അതായത് ഓണക്കാലം അത് അത്തരം ഒരു കാലം ചിലപ്പോ ഒരു 5, 6, 7 ദിവസങ്ങൾ പോലീസ് സ്റ്റേഷനിലെ FIRലെ എണ്ണം പോയി നോക്കിയാൽ വളരെ കുറവാണ്. എന്നാൽ വളരെയധികം ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലത്ത് ക്രൈം റേറ്റ് കൂടേണ്ടതാണ്. ജോലികൾക്ക് ആളുകൾ പോകാത്ത സമയത്ത് നിർബന്ധമായിട്ട് ക്രൈം റേറ്റ് കൂടിയേ പറ്റൂ. അതാണ് കണക്ക്. അതാണ് ക്രിമിനോളജിയുടെ സത്യശാസ്ത്രം. പക്ഷേ ഈ സ്ഥലത്ത് ഈ സമയപരിധിയിൽ നാം നേരെ തിരിച്ച് തികച്ചും ശാന്തമായ ഒരു കേരളത്തെ നമുക്ക് ദർശിക്കാൻ കഴിയും. പോലീസ് ഉദ്യോഗസ്ഥർ പോലും പലപ്പോഴും അവർക്കൊക്കെ പലപ്പോഴും വീട്ടിൽ പോയി ഊണഴിക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഈ സന്തോഷവും സമൃദ്ധിയും ഒക്കെ വരുമ്പോൾ ജനം കുറച്ചുകൂടി റിലാക്സ്ഡ് ആവുന്നതാണോ? അതെ, സുഭിക്ഷതയിലൂടെ. അതായത് അതൊരു നമ്മളിപ്പോ ഇത്രയോ കാലത്തിന് ശേഷം ഓണം സങ്കല്പങ്ങളിൽ എഴുത്തിലുള്ളത് 3-ാം നൂറ്റാണ്ടിലാണ്. അതിനും വളരെ മുമ്പ് വേദങ്ങളിൽ അല്ലെങ്കിൽ പുരാണങ്ങളിലൊക്കെ ഓണത്തിന്റെ സങ്കല്പങ്ങളുണ്ട്, ബലിയെക്കുറിച്ച് സങ്കല്പമുണ്ട്. ഇനി ചാണക്യന്റെ നീതിസൂത്രത്തിൽ ബലിയെക്കുറിച്ചുള്ള എഴുത്തുകളുണ്ട്. പക്ഷെ അതിനും വളരെ മുമ്പ് ശീലികളിലൂടെ ബലിയും ഓണവും ഒക്കെ മലയാളിയുടെ അല്ലെങ്കിൽ ദ്രാവിഡ സമൂഹത്തിന്റെ ഈ തെക്കേറ്റത്തെ ജനങ്ങളുടെ മനസ്സിലുണ്ടാകാം. അത് നമുക്ക് അതിനെ ഒരു മിത്തായി കാണാൻ പറ്റുന്നത് ചിലപ്പോ എഴുത്തുകളില്ലാത്തതുകൊണ്ട് നമുക്കത് മിത്തായി തോന്നിപ്പോകുന്നു. യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ എഴുത്തുകളിലൂടെ തെളിയുമ്പോൾ മാത്രമാണ് നമുക്ക് യാഥാർത്ഥ്യങ്ങളായി തോന്നാറുള്ളത്. പക്ഷേ അനുഭവങ്ങൾ ശീലികളായും എടുത്തറിയാത്ത സ്ഥലങ്ങളിൽ ശീലികളായും പറച്ചിലുകളായും ചൊല്ലുകളായും കടന്നു വരും. അതുകൊണ്ട് തന്നെ മാവേലി ഒരു സത്യമായി മലയാളിക്ക് അനുഭവപ്പെടണം. അതൊരു മിത്തായി കാണാൻ പാടില്ല. എഴുത്തുകളിലും അപ്പുറമാണ്
ബലിയുടെ കാലം. അത് അങ്ങനെ നോക്കുമ്പോൾ ലോകത്ത് ഇത്രയും തന്ത്രജ്ഞനായ ഒരു ഭരണാധികാരിയെ ഈ 4000-ഓളം വർഷം വരുന്ന ചരിത്രത്തിന്റെ ഒരു പുസ്തക ഏടുകളിലും നമുക്ക് കാണാൻ കഴിയില്ല. അതിന്റെ ഒരു പ്രത്യേകത, നമ്മളൊരു അഭിഭാഷകൻ എന്ന രീതിയിൽ ഒരു പരിധിവരെ സമൂഹത്തിന്റെ സ്വഭാവമാണല്ലോ ഞങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. അപ്പോൾ സമൂഹം എന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള നിർമ്മിതിയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ആ നിർമ്മിതിയിൽ ചില സമയത്ത് ചെറുപ്പക്കാർ ഉയരങ്ങളിലേക്ക് വരും. നമുക്ക് തെരഞ്ഞെടുപ്പിലൊക്കെ ചെറുപ്പക്കാർ എടുത്ത് ജയിക്കുന്നുണ്ട്. ചില സമയത്ത് കുറച്ചുകൂടെ പരിചയസമ്പന്നർ ഉന്നതിയിലേക്ക് വരും. ചില സമയത്ത് സ്ത്രീകൾ ഉന്നതിയിലേക്ക് വരും. എംപവർമെന്റ് എന്ന് പറയും. അപ്പോൾ ഇതൊരു ചലിക്കുന്ന സംവിധാനമാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. നമുക്കൊരു കെട്ടിടം പോലെ നിലനിൽക്കുന്നതല്ല. അത്തരം ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായാണ് ഞങ്ങളും കോടതികളും ചിലപ്പോൾ നിയമ പ്രവർത്തകരും ഒക്കെ ജീവിക്കുന്നത്. അത്തരത്തിൽ ആ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെയാണ് ഒരു സമൂഹം നിലനിൽക്കുന്നത്. അതിനെ നമ്മൾ നിയമവാഴ്ച എന്ന് പറയും. ആ നിയമവാഴ്ച തന്നെ പല തരത്തിലുള്ള ശക്തികളാൽ ബന്ധിതമാണ്. ചില ഗ്രൂപ്പുകൾ ചില സമയത്ത് അധീശത്വം സ്ഥാപിക്കും, ചില ഗ്രൂപ്പുകൾ താഴ്ത്തും. അത് സ്വാഭാവിക ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാബലി മിത്തായല്ലാതെ ദ്രാവിഡ ദേശത്തെ ഒരു രാജാവായി പരിഗണിച്ചാൽ ചാണക്യനേക്കാളൊക്കെ എത്രയോ തന്ത്രശാലിയായ മഹാരാജാവായിരിക്കും എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഈ ഓണവും ഈ നിയമവുമായിട്ട് ഒന്ന് ബന്ധപ്പെടുത്തി സംസാരിക്കുക. അതായത് നമ്മുടെ മഹാബലിയുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് അല്ലേ, ഇപ്പൊ നമുക്ക് എങ്ങനെ നിയമമില്ലാതെ അല്ലെ, നിയമം കൊണ്ടല്ലേ ഇത് നടത്താൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ ഒരു നിയമവാഴ്ച. അതെ അതെ അതെ. പക്ഷെ നിയമം ഇല്ലാതെ എങ്ങനെ നടത്താൻ സാധിക്കും? നിയമവാഴ്ച നിയമമില്ലാതെ നടപ്പിലാക്കിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ലോക ചരിത്രത്തിൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് മഹാബലിയാണ്. അത് അത്തരം പഠനങ്ങളിലേക്ക് നിയമവ്യവസ്ഥയിലെ അല്ലെങ്കിൽ നിയമപരമായ റിസർച്ച് കടന്നുപോയിട്ടില്ല എന്നതുകൊണ്ട് നമുക്ക് ആ സത്യം സംസ്കരിക്കാൻ കഴിയില്ല. നമുക്ക് ഒരിക്കലും നിയമത്തിന് തൃപ്തികരമായ ഒരു നിർവചനം സാധ്യമല്ല. കാരണം അത് ചില സമയം സ്ട്രേറ്റ് ജാക്കറ്റ് ഫോർമുല നിയമത്തിനില്ല. അത് ലോയിഡ് എന്നൊക്കെ പറയുന്ന വളരെ വിശദമായ ആളുകൾ പറഞ്ഞൊരു സംഗതി, സാർവത്രികമായി സ്വീകാര്യമായ നിർവചനം നിയമത്തിന് അസാധ്യമാണെന്ന് സംഭവിച്ചു. അത് കൈവരിക്കുന്നത് പ്രവർത്തനങ്ങളിലൂടെയാണ്. അതായത് എക്സ്പെരിമെന്റൽ ബേസിൽ എക്സ്പെരിമെന്റിലൂടെയാണ് ശരിക്കും നിയമം ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നിയമം സൃഷ്ടിക്കുന്ന നിയമജ്ഞരെക്കാൾ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജനപ്രതിനിധിയേക്കാൾ രാജാവിനേക്കാൾ പ്രാധാന്യം നിയമം പരിഗണിക്കുന്ന കോടതികൾക്ക് വരുന്നത്. പ്രവൃത്തിപഥത്തിലാണ് നിയമം ശക്തമാകുന്നത്. ഇവിടെ നിയമവും മാവേലിയുടെ കാലവും വളരെയധികം ബന്ധമുണ്ട്. നമുക്കൊരിക്കലും മാവേലിയുമായി ബന്ധപ്പെട്ടൊരു നിയമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല. കടലും കടലാടിയും വ്യത്യാസമാണ് മാവേലിയും നിയമം ലോകവുമായി എന്നായിരിക്കും സാധാരണ മനുഷ്യ മനസ്സിൽ തോന്നുക. പക്ഷെ നേരെ തിരിച്ചാണ്. നേരത്തെ ഞാൻ പറഞ്ഞ നിയമം ഇല്ലാതെ നിയമവാഴ്ച ഉറപ്പിച്ച ഒരു ഭരണാധികാരി എന്ന ഖ്യാതി ഉള്ളത് മഹാബലിക്കാണ്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന ചരിത്രത്തിൽ മുഹമ്മദ് നബിക്കാണ്. മുഹമ്മദ് നബി ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ ചര്യ പിൻപറ്റിയാണ് ആ ചെറിയ കാലയളവിലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സമൂഹം ജീവിച്ചത്. ആ ചര്യ പിൻപറ്റിയാണ് ഇന്നും മതമെന്ന നിലയിൽ ആ സമൂഹം ജീവിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ മുസ്ലിം സമൂഹം ജീവിക്കുന്നത്. അതുപോലെ അത് ഒരു അഭിമാനമായി അദ്ദേഹത്തിന്റെ ചര്യ എന്താണോ അത് അഭിമാനമായി ആ സമൂഹം ഏറ്റെടുക്കുമ്പോഴാണ് സത്യത്തിൽ ആ നിയമം ആരുടെയും കമാൻഡിങ് ഇല്ലാതെ നടപ്പിലാവുന്നത്. ഇവിടെ മഹാബലിയുടെ കാലത്ത് മഹാബലിയുടെ ശീലങ്ങൾ ആബാലവൃദ്ധം ജനങ്ങൾ ഏറ്റെടുത്തു. ആ ശീലങ്ങൾ ഏറ്റെടുത്തു എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സുഭിക്ഷമായി ജീവിക്കാൻ ആ പ്രവർത്തനങ്ങൾ കഴിയുമായിരുന്നു. അത് ജനങ്ങളെ പഠിപ്പിച്ച് ജനങ്ങളെ തന്നോടൊപ്പം നിർത്തി അതെല്ലാം ജനങ്ങളുടെ മനസ്സിലേക്ക് തൻ്റെ മുഴുവൻ താല്പര്യങ്ങളും വിതച്ചു വിളവെടുത്തു എന്നതാണ് മഹാബലിയുടെ വിജയം. ഓക്കെ, അപ്പോൾ ഒരു നിയമജ്ഞനായിട്ട് മഹാബലിയെ കാണാൻ പറ്റുമോ? മഹാബലിയെ അക്കാര്യത്തിൽ
നമ്മള് അല്ല ഞാനത് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അധികം നിയമങ്ങളില്ലാതെ അല്ലേ അതെ, പക്ഷെ അവിടെ അതാണ് എല്ലാരും നല്ലതായിരുന്നു, കള്ളമില്ല, കളിയില്ല, ഇവിടെ പൊളിവചനമില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ. നിയമത്തിന്റെ സ്വഭാവം വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു സംഗതി, നിയമത്തിന് ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സുഗമമായ മനുഷ്യ സമൂഹത്തിന്റെ സഞ്ചാരമാണ്. അത് നമ്മുടെ ഗവേഷണങ്ങൾ പോലും ആ തരത്തിലേക്ക് പോകുന്നില്ല എന്ന് സത്യമാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിലുള്ള ഏറ്റവും പ്രസക്തമായ നിയമം എന്താണെന്ന് ചോദിച്ചാൽ അതെപ്പോഴും ശിക്ഷാ നിയമം എന്നാണ് നമ്മൾ പറയുക. ശിക്ഷാ നിയമം അരുത് എന്ന് പറയുന്നത് സിവിൽ നിയമത്തിലോ ബിൽഡിംഗ് റൂൾസിലോ അല്ലെങ്കിൽ ഹെൽത്ത് ആക്ടിലോ അല്ലെങ്കിൽ മറ്റ് ധാരാളം നിയമങ്ങൾ നാട്ടിലുണ്ട്, പ്രോപ്പർട്ടി ലോയിലോ ജനസേനയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലോ ഒന്നും ഈ നിയമത്തെ അരുതെന്ന് പറയുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പ്രാഥമികമായ നിയമം ക്രിമിനൽ നിയമമാണ്. നമ്മളൊക്കെ ഇന്ത്യൻ പീനൽ കോഡ് എന്നാ പറയും. പക്ഷേ പണ്ട് മനുസ്മൃതിയിൽ നിന്നാണ് നിയമത്തിന്റെ വളരെ കാലത്തിന് മുമ്പുള്ള മനുസ്മൃതി. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ശരീഅത്ത് നിയമങ്ങൾ 6300 അല്ലധികം ആയത്തുകൾ വരുന്ന ശരീഅത്ത് നിയമങ്ങൾ, അതിലും കുറേയധികം ഭാഗങ്ങൾ ക്രിമിനൽ നിയമ ഭാഗങ്ങളുണ്ട്. പിന്നെ ജസ്നൊക്കെ പറയുന്ന റോമൻ നിയമങ്ങൾ, പിന്നീട് വന്ന ആംഗ്ലോ സാക്സൺ നിയമങ്ങൾ, ക്രിമിനൽ നിയമങ്ങൾ, അതിനു ശേഷം വന്ന IPC നമ്മളെ പറയുന്ന പീനൽ കോഡും ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ പീനൽ കോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ധാരാളം നിയമങ്ങളുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ അരുതരുത് എന്നാണ്, അരുതരുതെന്ന കാര്യമാണ് റെസ്ട്രിക്ഷൻസ് ആണ് മനുഷ്യ സമൂഹം അല്ലേ, അതെ, ഏറ്റെടുക്കുന്ന കുറെ റെസ്ട്രിക്ഷൻസ് അല്ലേ. അവിടെ നമ്മൾ കാണുന്നത് പീനൽ ലോസ് ആണ്. പീനല്ല, അവിടെ കുറ്റമാണ് നമ്മൾ കാണുന്നത്, കുറ്റമല്ല. കുറ്റം, കൃത്യം എന്നൊരു ഭാഗമുണ്ട്, ശിക്ഷ അടുത്ത ഘട്ടം. മഹാബലിക്ക് കുറ്റകൃത്യങ്ങൾ നിർവചിക്കാതെ തന്നെ കുറ്റകൃത്യങ്ങളിൽ ഡിറ്ററന്റ് പ്രിൻസിപ്പിൾസ്, ഭയപ്പെടുത്തുന്ന, റിഫോർമേറ്റീവ് എന്നൊക്കെ പറയുന്ന ക്രിമിനൽ നിയമത്തിലെ ആ രീതികളൊന്നും അവലംബിക്കാതെ തന്നോടൊപ്പമുള്ള ചെറിയ സമൂഹത്തെ ആയാലും ശാശ്വതമായി സമാധാനമായി നിലനിർത്താൻ ആ ഗോത്രത്തലവനായ അല്ലെങ്കിൽ ആ കാലത്തെ രാജാവായ മഹാബലിക്ക് കഴിഞ്ഞു എന്നുള്ളത് നിയമജ്ഞർക്ക് ഒരു അത്ഭുതമാണ്. സർവ്വ നിയമങ്ങളുടെ ലക്ഷ്യം നിയമമില്ലാതെ തന്നെ മഹാബലിയുടെ പ്രജകളെ പോലെ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അതായത് നമ്മളെല്ലാം ലക്ഷ്യം വെക്കുന്നത്, ഈ നിയമങ്ങളെല്ലാം ലക്ഷ്യം വെക്കുന്നത് നിയമമില്ലാത്ത ഒരു സമൂഹത്തിന് വേണ്ടിയാണ് അല്ലെ. അതാണ് പറഞ്ഞു വരുന്നത്. അതാണ് ഓണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ലോകത്തിലെ എല്ലാ നിയമങ്ങളും ആവശ്യമില്ല, പക്ഷേ അരുതരുത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ എഴുത്തുകൾ വേണം. അല്ലെങ്കിൽ നമ്മൾ ഈ നിയമത്തെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ ഒരു വ്യത്യസ്തമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, കോമൺ ലോ, റെഗുലേറ്ററി ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല പല പേരുകളിലായിട്ട് അല്ലേ മനുഷ്യൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന കുറെ നിയമങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം മനുഷ്യന്റെ വെൽബീയിങ്ങിന് അല്ലെങ്കിൽ വേണ്ടിയിട്ടുള്ളതാണല്ലോ, അല്ലെങ്കിൽ അവൻ ആ നിയമം വായിച്ച കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ളതാണല്ലോ. ഇതില്ലാതെ മനുഷ്യന് പ്രവർത്തിക്കാൻ സാധിക്കുക? നമ്മൾ ഈ മഹാബലിയുടെ രാജ്യത്തുണ്ട്, പക്ഷെ അത് അങ്ങനെ യഥാർത്ഥത്തില് മനുഷ്യന്റെ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു മൃഗീയ വാസന, ഒരു കുറ്റകൃത്യ വാസന അങ്ങനെയാണല്ലോ എല്ലാ ചിന്തകരും ഞാൻ പറയുന്നത്. ഈ സ്വഭാവത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, മനുഷ്യ സ്വഭാവത്തിന്റെ ശാശ്വതമായ നിലനിൽപ്പിന് വേണ്ടിയാണ് നിയമങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷേ നമുക്കറിയാം ധാരാളം മഹാത്മാർ ഈ ലോകത്തുണ്ട്. അത്തരം മഹാത്മാക്കൾ, ശ്രീനാരായണ ഗുരു പോലും കോടതിയിൽ ഹാജരാവേണ്ടി ആവശ്യമില്ലെന്ന് പറഞ്ഞൊരു വിളംബരമുണ്ടായി. ആ അത്തരം മഹാത്മാർക്ക് നിയമങ്ങൾക്ക് അപ്പുറത്താണ്. അപ്പോൾ ആ നിലയിൽ നമ്മളുടെ സ്വാഭാവികമായ വളർച്ച, അതും മഹത്വകരമായ ഒരു തലത്തിലേക്ക് ഉയരുമ്പോൾ ഏത് സമൂഹത്തിന് അത് വിദ്യാഭ്യാസം കൊണ്ടും പരിഷ്കാരങ്ങൾ കൊണ്ടും അതുപോലെ ബിഹേവിയറൽ തെറാപ്പി കൊണ്ടും അത്തരം ശീലങ്ങളിലേക്ക് വളരുമ്പോൾ, ശ്രീബുദ്ധനൊക്കെ പറഞ്ഞതുപോലെ ശീലങ്ങളുണ്ടല്ലോ, അത്തരം ശീലങ്ങൾക്ക് വളരുമ്പോൾ പലപ്പോഴും സന്യാസ മഠങ്ങളിൽ പ്രത്യേക നിയമങ്ങളൊന്നുമില്ല, പക്ഷേ സന്യാസ മഠങ്ങളിൽ വലിയ സംഘർഷങ്ങളൊന്നുമില്ല. അതൊരു വളർച്ചയുടെ, ഒരു മനുഷ്യൻ്റെ ഒരു വലിയ വളർച്ചയുടെ ഒരു പരിധിയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഒരു സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ,
അല്ലെ ചിലപ്പോൾ പ്രായം കൊണ്ട് ഒരു പരിധി കടക്കുമ്പോൾ അത്തരം കുറ്റകൃത്യ വാസനകൾ നമ്മളോടാരും അരുതെന്ന് പറയണ്ട. നമ്മൾ അരുത്, എന്താണ് അരുതാത്തതെന്ന് സ്വയബുദ്ധി കൊണ്ട് കണ്ടെത്തുന്ന ഒരു നിമിഷമാണ് യഥാർത്ഥത്തിൽ നിയമ വേണ്ടാതെ ഒരു സമൂഹത്തിൽ നിൽക്കാൻ കഴിയുന്ന ഒരു സാധ്യത. നമ്മളൊരു ഡോക്ടറുടെ സേവനം ആവശ്യമില്ലാതെ നമ്മൾ ആരോഗ്യം ഉള്ള വ്യക്തിയായി മാറുന്ന പ്രകൃതി ചികിത്സകരുമൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളൊക്കെ ധരിക്കുന്നത് ആരോഗ്യമെന്നത് രോഗമില്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ്. പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൽ ഡോക്ടറും രോഗവും ഒക്കെ ചേരുന്ന ഒരവസ്ഥയാണ് ആരോഗ്യ കേന്ദ്രം. രോഗമില്ലാത്ത ഒരു സാഹചര്യം അത് നിരന്തര പരിശ്രമങ്ങൾ കൊണ്ട് എത്തുന്ന ഒരു സമൂഹത്തിന് അത്തരം ആരോഗ്യ കേന്ദ്രങ്ങൾ പോലും ആവശ്യമില്ലാതാകുന്ന ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രിവെന്റീവ് മെഡിസിനാണ് പ്രധാനം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന കൺസെപ്റ്റിലേക്ക് നമ്മുടെ ആരോഗ്യരംഗം പോലും മാറിയിരിക്കുന്നു. അത്തരം ഒരു സാധ്യത നിയമരംഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയമം എന്നത് ഒരു ശാശ്വതമായ സ്വഭാവ നിലനിൽപ്പ് സമൂഹത്തിൽ പടർത്തുന്നതിന് വേണ്ടി എല്ലാവരുടെയും അവകാശങ്ങൾ മറ്റെല്ലാവരും മാനിക്കുന്ന ഒരവസ്ഥ അത് സൃഷ്ടിക്കാൻ വേണ്ടി രൂപീകരിച്ചതാണ് മൊറാലിറ്റി. അതിനു മുമ്പ് മതങ്ങൾ ഈ ആവേശത്തിന് വേണ്ടി രൂപപ്പെടുത്തതാണ്. പക്ഷേ മൊറാലിറ്റിക്ക് കാരണങ്ങളില്ലായിരുന്നു, നടപ്പിലാക്കാൻ ആളുകളില്ലായിരുന്നു. നിയമത്തിന് കാരണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, നടപ്പിലാക്കാൻ ആളുകളുണ്ട്. മാത്രമല്ല ഇത് ഒരു ഒഴുക്കാണ്. ഇന്ന് കാണുന്ന നിയമമല്ല നാളെ ഉണ്ടാവുക. അതാ ഞാൻ ആ ഒരു പോയിന്റിൽ നിൽക്കുന്നത്. ഈ ഓരോ കാലഘട്ടത്തിലും അല്ലെ ഓരോ നിയമങ്ങളുണ്ടാവും, പക്ഷെ അത് കുറെ കഴിയുമ്പോൾ പ്രസക്തമല്ല. ഈ സദാചാര മൂല്യങ്ങളും അങ്ങനെയാണ്. സദാചാര മൂല്യങ്ങൾക്ക് ഈ പറഞ്ഞ പലപ്പോഴും തലമുറകൾക്ക് സദാചാര മൂല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പഴയ സദാചാര മൂല്യങ്ങൾ ഇന്നും അതുപോലെ നിലനിൽക്കുന്ന നമുക്ക് കാണാം. അത് പരിധിവരെ അത് ശരി എന്ന നിലയിൽ മതങ്ങൾ അത് ഏറ്റെടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും നമ്മളിലേക്ക് ഈ ഓരോ വീട്ടിലും താമസിക്കുന്ന വ്യക്തിയിലേക്ക് മുതിർന്ന ആളുകൾ കുഞ്ഞു കുട്ടികളിലേക്ക് അത് സന്നിവേശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ അത് നമ്മൾ പലപ്പോഴും ലാഭത്തിനും സന്തോഷത്തിനും വേണ്ടി ലംഘിക്കാറുണ്ടെങ്കിൽ പോലും സദാചാര മൂല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സദാചാര മൂല്യങ്ങൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന യേശുവിന്റെ ആ ഒരു മൊമെന്റിലാണ് സദാചാര മൂല്യമില്ല എന്ന് സമൂഹത്തിലെ പലരും തിരിച്ചറിയുന്നത്. അല്ലാത്ത നിമിഷം പൊതുസമൂഹത്തിൽ അവരെല്ലാം കല്ലുപറക്കും. അതാണ് യേശുവിന്റെ ഒരു വലിയ പ്രസക്തി. കാരണം സദാചാര മൂല്യങ്ങൾ എന്നത് നിങ്ങൾ എക്കാലവും പാലിച്ചിട്ടുണ്ടോ എന്ന ചോദ്യാവലി മുന്നോട്ട് കൊണ്ടുവച്ചതാണ് യേശുവിന്റെ വലിയ പ്രസക്തി. അപ്പോൾ മതങ്ങൾ യഥാർത്ഥത്തിൽ മതങ്ങൾ കുടുംബങ്ങൾ ചേർന്നാണ് പിന്നെ സമൂഹത്തിലെ മുതിർന്നവർ ചേരാണ് സദാചാര മൂല്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതില്ലാതെ നമുക്ക് അത് ഏറെക്കാലം എനിക്ക് നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങളായി അത്തരം സദാചാര മൂല്യങ്ങൾ, അതായത് നമുക്ക് ശ്രീരാമന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ നമ്മുടെ ബാല്യവധം നടത്തുമ്പോൾ അദ്ദേഹം എന്തിനാണ് എന്നെ കൊന്നത് എന്ന് ചോദ്യം ഉന്നയിക്കുമ്പോൾ ആ ചോദ്യോത്തരം അദ്ദേഹം ഒരു സദാചാര നിഷേധം നടത്തിയെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സഹോദര ഭാര്യയ്ക്കൊപ്പം താമസിച്ചു എന്ന കുറ്റമാണ് ചാർത്തിയത്. അതിനുശേഷം ഈ രാമായണത്തിൽ തന്നെ നമ്മുടെ മലയാളത്തിൽ രാമായണത്തിൽ അങ്കദൻ സീതയെ തിരക്കി പോകുമ്പോൾ ഈ അതിനകത്ത് സുഗ്രീവ ശാസന എന്നൊരു ഭാഗമുണ്ട്. അതിൽ ഇതേ അങ്കദൻ പറയുന്നു ഹനുമാനോട്, സുഗ്രീവനോട് സീതയെ കാണാതെ ചെന്നാൽ വധിച്ചു കളയും. ഇതേ കുറ്റം സുഗ്രീവൻ ചെയ്യുന്നതായി അങ്കദൻ ഹനുമാനോട് പറയുന്നു. അപ്പോൾ അത് പലപ്പോഴും ആ സദാചാര മൂല്യങ്ങൾ പോലും പിന്നെ ശക്തരുടെയും അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെയും പരിധിയിലാണ്. എന്നാൽ നിയമം അങ്ങനല്ല. നിയമത്തെ സമയം നിയമം എൻഫോഴ്സ് ചെയ്യാൻ ശക്തമായ ഒരു സംവിധാനമുണ്ട്. അത് പോലീസുണ്ട്, കോടതികളുണ്ട്, ജയിലധികാരികളുണ്ട്, പിന്നെ പല വിധത്തിലുള്ള. അപ്പോൾ അതേസമയം സമൂഹത്തിന് അന്നത്തെ വലിയ കാര്യമില്ല. അഭിഭാഷകരും ഒക്കെ അതിനെ മാറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മൾ നിയമത്തെ മനസ്സിലാക്കേണ്ടത് നിയമത്തെ നമുക്ക് നിർവചിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ നിയമം ഒരു റിസർവോയറാണ്. ഈ റിസർവോയറിലേക്ക് പല ഭാഗത്തു നിന്നും വെള്ളം ഒഴി വരും. അപ്പോൾ ഒരു വലിയ മലയുടെ ചുവന്ന മലയുടെ ഭാഗത്തുനിന്ന്
ഒരു ഒഴുക്ക് വരുമ്പോൾ ആ വെള്ളത്തിനൊരു കലക്ക നിറമാണ്. അപ്പോൾ ആ നിയമത്തിന് നിറമാണ്. അങ്ങ് പാറയുടെ മുകളിൽ നിന്ന് മഴ പെയ്യുമ്പോൾ അതിൽ നിന്ന് തൊട്ടടുത്ത് പാറയുടെ തൊട്ട് മുകളിൽ നിൽക്കുന്ന മേഘത്തിൽ നിന്ന് വരുന്ന വെള്ളം, ശുദ്ധമായ വെള്ളം, ആ വെള്ളം വരുമ്പോൾ ആ റിസർവറിന് ഒരു നല്ല വെളുപ്പാണ്. അപ്പോൾ നിയമത്തിന് പ്രത്യേക നിയമം മാറുന്നത് അവിടേക്ക് ഒഴുകി വരുന്ന ശക്തിയുടെ പവർ വെച്ച്. അതാണ് നിയമം എപ്പോഴും ഒരുപോലെ ആകില്ല. പ്രഷർ ഗ്രൂപ്പ്സ് എപ്പോഴേക്കും ഇപ്പം ശരിക്കും ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ കോർപ്പറേറ്റുകളുടെ ഒരു കാലഘട്ടം. കോർപ്പറേറ്റുകളെ കുറിച്ച് പറയുമ്പോൾ മഹാബലി ഓർക്കാതിരിക്കാനില്ല. കാരണം കോർപ്പറേറ്റുകൾ അവരുടെ ഒപ്റ്റിമം പോയിന്റ് നേടുന്നത് സുഭിക്ഷതയിലൂടെയാണ്. കാരണം അറിയാലോ, ഇപ്പം നമ്മൾ അവരുടെ മീറ്റിംഗ് കിടക്കുന്ന വലിയ ഹോട്ടലുകൾ, അവരുപയോഗിക്കുന്ന വാഹനങ്ങൾ, അല്ലെ അവരുടെ ജീവനക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തന്നെ വലിയ ആഡംബര വാഹനങ്ങളിൽ ശമ്പളം എത്ര കൊടുക്കുന്നില്ല ഉപയോഗിക്കുന്നു. അവരുടെ ജീവനക്കാർ ഏറ്റവും മികച്ച വസ്ത്രം ധരിക്കുന്നു. ശമ്പളം എത്ര എന്നൊരു ചോദ്യം വേറെയാണ്. പക്ഷേ അത് ഓണത്തിനെ പോലൊരു വലിയ സുഭിക്ഷതയിലാണ് അവർ ജീവിക്കുന്നത്. പൂക്കളും അതുപോലെ സംവിധാനങ്ങളും സന്തോഷവുമാണ് ജീവിക്കുന്നത്. അപ്പോൾ മഹാബലിയെ ഒരു ഫിനാൻസ് മാനേജ്മെന്റ് നോക്കുമ്പോൾ അദ്ദേഹം ഇന്ന് ചിലപ്പോൾ മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും പുതിയ പരിണാമമായ കോർപ്പറേറ്റിസം പോലും മഹാബലിയുടെ സംവിധാനങ്ങളുടെ ഭരണക്രമങ്ങളുടെ ഭാഗമാണ്. അത് അപ്പോൾ നിയമത്തിന്റെ അപരിമിതമായ ഒരു മേഖല, നിയമമില്ലാത്ത ഒരു സാമൂഹ്യക്രമം, സോഷ്യൽ എഞ്ചിനീയറിംഗ് സംവിധാനം. 2 സാമ്പത്തിക മേഖലയായി ഏറ്റവും ഉയർന്ന പ്രതി സുഭിക്ഷമായ സമൂഹം. ഇത് രണ്ടും ഒത്തിണങ്ങിയ ഒരു കാലഘട്ടമായി മഹാബലിയുടെ കാലഘട്ടം നമ്മൾ കാണേണ്ടി വരും. ഒരു റൂൾ ഓഫ് ലോ ഇല്ലാതെ ഒരു ഭരണകർത്താവിന് ഭരിക്കാൻ സാധിക്കും. നമ്മള് ഈ എല്ലാ സമൂഹത്തിലും പല ആദിമ ഘട്ടങ്ങളിലും ഗോത്ര സമൂഹങ്ങളിൽ ഇന്നും പലപ്പോഴും ഗോത്ര സമൂഹങ്ങൾ വയനാട്ടിലേക്കുണ്ട്. അവിടെയൊക്കെ അത്തരം ഒരു ഭരണ സംവിധാനം, മൂപ്പനിൽ നിലനിൽക്കുന്ന ഒരു ഭരണ സംവിധാനം അവിടേക്കുണ്ട്. ഇങ്ങോട്ട് പോയാൽ തൊട്ട് മുമ്പുണ്ടായിരുന്ന ദലൈലാമയുടെ നാട്ടിൽ അവിടെ റൂൾ ഓഫ് ലോ അല്ല, അവിടെ മതപരമായ മൊറാലിറ്റി ഉപയോഗിച്ചുള്ള ബുദ്ധമതത്തിന്റെ തത്വം വെച്ചുള്ള ഒരു റൂൾ ഓഫ് ലോ ആണ് അവിടെ ഉണ്ടായിരുന്നത്. വത്തിക്കാനിലും ചിലപ്പോൾ നിയമങ്ങളുണ്ടാവും, എങ്കിൽ പോലും മാർപ്പാപ്പയുടെ അധിഷ്ഠിതമായ ക്രിസ്ത്യൻ മത നിബദ്ധമായൊരു തലമാണ് അവിടെ വയ്ക്കുന്നത്. മൊറാലിറ്റി ഉപയോഗിച്ച് റൂൾ ഓഫ് ലോ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ അത് ആ 3 സ്ഥലങ്ങളിൽ തന്നെയാണ്. ഞാൻ വളരെ രസകരമായൊരു കഥയും, നമ്മുടെ ശാസ്താംകോട്ടയിൽ ഏതാണ്ടൊരു 1/4 നൂറ്റാണ്ട് മുമ്പ് അവിടെ ഒരു സായിപ്പ് എന്ന് പറഞ്ഞൊരു കുരങ്ങന്റെ രാജാവായി നമ്മൾ പത്രങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. സത്യത്തിൽ അവിടുത്തെ ഏറ്റവും കരുത്താണ്. അപ്പോൾ അദ്ദേഹമാണ് അവിടെ, ഈ സായിപ്പാണ് ആ സ്ഥലത്തെ മറ്റ് മൃഗങ്ങൾ മുഴുവൻ ലയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ആ സായിപ്പിന്റെ ആർജവവും കരുത്തും ഉപയോഗിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അത് മരിച്ചുപോയി, പിന്നീട് രാജാവ് ഉണ്ടായില്ല. അപ്പോ നമ്മളത് ഒരു തൊട്ട് താഴെയുള്ള ഒരു പടിയിൽ ഞാനതൊന്ന് ഓർമ്മിപ്പിക്കുക. മനുഷ്യനേക്കാൾ തൊട്ട് താഴെയുള്ള പടി, അവിടെ ഇത്തരം രാജാക്കന്മാരുണ്ട്, കരുത്തന്മാരുണ്ട്, അവരെ നടപ്പാക്കുന്നുണ്ട്. അത് തൊട്ട് താഴെയുള്ള പടികളിൽ പോലും. അതേസമയം കാട്ടിൽ രാജാവില്ല, സംഭവം രാജാവില്ല. പക്ഷെ ചില ഘട്ടങ്ങളിൽ ശക്തന്മാർ അത്തരം ശക്തന്മാരെ എല്ലാ ഈ മൃഗങ്ങളുടെ ഇടയിലും ഉണ്ടല്ലോ, സിംഹത്തിന്റെ ഇടയിലും ആൺസിംഹം വളരെ ശക്തമാണ്. ആൺസിംഹങ്ങൾ ഓട്ടിച്ച് കരുത്ത് കാണിച്ച് അവിടെ നിന്ന് അതുപോലെയുള്ള ഒരു സ്പീഷീസിൽ അത്തരം ചലനങ്ങളെ നിയന്ത്രിക്കാനാണ് മൊറാലിറ്റിയും നിയമവും ആവശ്യമുള്ളത്. അപ്പോ നമ്മൾ സംശയിക്കുന്നത് നിയമങ്ങളില്ലാത്ത സ്ഥലത്ത് വീണ്ടും ഞാനിപ്പോ പറഞ്ഞ അവസ്ഥയിലേക്ക്, കരുത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് ചോദിച്ചാൽ, സമൂഹം അതിന് പാകമാകുമ്പോൾ നിയമങ്ങൾ ഇല്ലാതെ തന്നെ, നിയമങ്ങൾ പാസ്സാക്കാതെ തന്നെ ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയും എന്നത് ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാണ് എന്നതിന്റെ തെളിവാണ് മഹാബലിയുടെ ഭരണകാലം. നമ്മൾ അങ്ങനെയാണ് നമുക്ക് മഹാബലിയിൽ നിന്ന് വിട്ടിട്ട് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലോട്ട് ഇപ്പൊ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ ചോദ്യങ്ങൾ എന്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ നിയമങ്ങൾ ഭയങ്കര ചെലവേറിയ ഒരു പ്രക്രിയയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണക്കാരന് ഇന്ന് നിയമ പോരാട്ടം നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വളരെ പ്രയത്നമുണ്ട്, അതിന്റെ പണം ഇറക്കുന്നുണ്ട്, ആവശ്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് പൊതുവെ നിയമജ്ഞരുടെ കാഴ്ചപ്പാട് എന്താണ്?
നമ്മള് ഈ അതായത് ഹെവി ഫീസ് ഉള്ള ഒരു കാലത്തിലേക്ക് പ്രൊഫഷണലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്സ് വലിയ ഫീസിലേക്ക് മാറി. ഒരു കൂര കെട്ടി കൊടുക്കുന്നതിനപ്പുറം കടുത്ത തുക അല്ലേ വാങ്ങിക്കുന്നത്. ഡോക്ടർമാർ ഒരു ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്ന വലിയൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് കടന്നു വരുന്നവർ നമ്മുടെ കാലത്ത് വലിയ ഫീസിലേക്ക് മാറിയാണ് ജീവൻ രക്ഷിക്കുന്നത്. ഒരു സാധാരണക്കാരന് പലപ്പോഴും ജീവരക്ഷ അസാധ്യമായിരിക്കും. അതുപോലെ സമൂഹത്തിൽ പിന്നെ ഇരകളാകുന്നവർക്കും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിൽ പ്രതിയാകുന്നവർക്കും നിയമസഹായം വേണ്ടവർക്കുമൊക്കെ തന്നെ ഫീസ് വളരെയധികം കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് സാധാരണ താഴെ കോടതികളിൽ നമ്മുടെ മുൻസിഫ് തുടങ്ങിയ കോടതികളല്ല, മറിച്ച് ഇവിടെയൊക്കെ ഒരു വിധി വാങ്ങിച്ചാൽ ഇതുമായി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വിധി അവിടെ അപ്രസക്തമായി കാണുന്ന സാഹചര്യം അദ്ദേഹത്തിന് ആവശ്യമായ ഫീസ് കൊടുത്ത് കഴിവുള്ള അഭിഭാഷകനെ നിയമിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ താഴെത്തട്ടില് അല്ലെ സാധാരണ മനുഷ്യരുടെ ഇടയിൽ സാധാരണ കോടതികളിൽ അത്തരം വലിയ വിഷയങ്ങളില്ല. കാരണം ശരാശരി തുകയ്ക്കും ജോലി ചെയ്യാൻ കഴിയുന്ന സാധാരണക്കാരായ അഭിഭാഷകരുണ്ട്. മറിച്ച് മറ്റു സ്ഥലങ്ങളിൽ ഇത് അപ്രാപ്യമായി. ദിലീപിന്റെ കേസിൽ എത്രയോ കേസുകൾ സുപ്രീം കോടതിയിലേക്ക് എത്തി. സാധാരണക്കാരനെ സംബന്ധിച്ചോളം ന്യായമായ ഒരു പരിഹാരം ഇവിടെ ലഭിച്ചില്ലെങ്കിൽ, അവിടെ എതിരായ ഒരു തീരുമാനം വന്നാൽ, അല്ലെങ്കിൽ അവനൊരു അപ്പീൽ പോയാൽ എങ്ങനെയാണ് അവന് വലിയ ഫീസില്ലാതെ അവന് മേലിൽ നിന്നൊരു നേട്ടം കിട്ടില്ല. അത് ദിലീപിന്റെ കേസ് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ഒരു പ്രതി, കൂട്ടുപ്രതി, അദ്ദേഹത്തിന്റെ പിന്നിൽ ആരോ ഉണ്ട് അല്ലേ? സുപ്രീം കോടതിയിലൊക്കെ പോയി. അപ്പൊ ഒരു വലിയൊരു അഭിഭാഷകനും കൂട്ടരും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തെ ഫണ്ട് ചെയ്യുന്ന ഒരു വ്യക്തി കാണും. അവിടെയൊക്കെ ഒരു പണം വായിച്ചല്ലേ നടക്കുന്നത്, പണത്തിന്റെ ഞാൻ പറഞ്ഞത്. പക്ഷേ അതേസമയം സമാന്തരമായി 2007 ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് 97 വന്നാണ്. അതിന് അന്ന് പ്രവർത്തനക്ഷമതയില്ലായിരുന്നു. 2008 ആയപ്പോഴത്തേക്ക് പ്രവർത്തനക്ഷമമായി ഓഫീസുണ്ടായി. അപ്പോൾ ലീഗൽ സർവീസ് എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ നിലവിൽ ഡിഫൻസ് കൗൺസിൽ എന്ന സംവിധാനം ഇതൊക്കെ ഇന്ന് രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതുവഴി സാധാരണക്കാരന് അവിടെ സമീപിച്ചാൽ ഒരു പൈസയുടെ പോലും ചെലവില്ലാതെ കേസുകൾ നടത്തി കിട്ടുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ അത്തരം ആളുകൾക്ക് വേണ്ട, അല്ലെങ്കിൽ ആ മേഖലയിൽ കുറച്ചുകൂടി ട്രെയിനിങ് പ്രോഗ്രാമുകൾ സർക്കാരും ഹൈക്കോടതിയും നടപ്പിലാക്കേണ്ട ആവശ്യമില്ല. കാരണം അപ്പോൾ അപ്പുറത്ത് വളരെ പ്രഗത്ഭരായ വിഭാഷകർ വരുമ്പോൾ വിഷമം ഉണ്ടാകാതിരിക്കാൻ അത്തരം ആളുകൾക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് പ്രകാരം വളരെ പാവപ്പെട്ട 10 ലക്ഷം വരെ വരുമാനമുള്ള ആളുകൾക്ക് സൗജന്യ നിയമസഹായത്തിന് അർഹതയുണ്ട്. അത് പലപ്പോഴും പ്രചരിക്കപ്പെടുന്നില്ല, എനിക്ക് സാധാരണ ജനത്തിന് അറിയില്ല. അതിലേക്ക് നിങ്ങൾ റേഡിയോ ബിൽസ് ഉൾപ്പെടെയുള്ള അത്തരം പ്രചരണ സംവിധാനങ്ങൾ അതിനുവേണ്ടി ഉപയോഗിച്ചാൽ ജനങ്ങൾക്ക് ഭയമില്ലാതെ ഈ പറയുന്ന ലീഗൽ സർവീസ് അതോറിറ്റി സമീപിച്ച് നമുക്ക് ഒരു നിയമപരിഹാരം നേടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ലീഗൽ സർവീസ് അതോറിറ്റിക്ക് മേളിൽ ഹൈക്കോടതി ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. അപ്പീൽ പോയാൽ അവിടെയും നമുക്ക് നിയമസഹായം കിട്ടും. സുപ്രീം കോടതിയിലും ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. അപ്പോൾ ഈ സർവീസുകൾ പിന്നെ നമ്മുടെ സർക്കാർ ആശുപത്രി പോലെ തന്നെ ഈ സംവിധാനങ്ങൾ ഉപകരിക്കാൻ കഴിയുന്ന രീതിയിൽ മാധ്യമങ്ങളുടെ ഒരു സഹായമാണ് ഈ വിഷയത്തിൽ പ്രചരണം കൊടുക്കണം. നമ്മൾ അതുകൊണ്ടൊക്കെ തന്നെ സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ഈ കാലതാമസം. നിയമ വാഴ്ച നടത്താനുള്ള ഒരു കാലതാമസം, നീതി കിട്ടാനുള്ള ഒരു കാലതാമസം. ഈ സുപ്രീം കോടതി വരെ പോകുന്ന ഒരു കേസുകൾ എത്ര കാലങ്ങളാണ് ഒരു മനുഷ്യന്റെ ആയുസ്സിൽ അപഹരിക്കുന്നത്? വ്യവഹാരത്തിന്റെ പേരിൽ എത്ര കാലമാണ് അപഹരിക്കുന്നത്? ഇതിനെങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ കഴിയും? ഇതിനെ കുറിച്ചൊക്കെ നിയമജ്ഞര് സീരിയസ് ആയിട്ട് വളരെ നിയമത്തിന്റെ ശരിക്കും ഇപ്പോ നമുക്ക് 2 തരത്തില് നമ്മുടെ ആരോഗ്യ മേഖലയിൽ തന്നെ 2 തരത്തിൽ നമ്മൾ കാണും. ഒന്ന്, ആരോഗ്യ മേഖലയെ രൂപീകരിക്കുന്നത്, ന്യായങ്ങൾ രൂപീകരിക്കുന്നത് ICMR ആണ്. അതേസമയം നമ്മുടെ മുമ്പിൽ അത് പ്രവർത്തിപ്പിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും ഡോക്ടർമാരാണ്. അപ്പോൾ ഒരു രോഗി വന്നാൽ പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കുന്ന പ്രക്രിയ ചെയ്യുന്നത് ഡോക്ടർമാരാണ്. ICMRന് നിർദ്ദേശങ്ങളും നിബന്ധനകളും രീതികളും ഒക്കെ പഠിച്ചിട്ടാണ് അവർ ഡോക്ടർമാരെ മാറിയത്. പക്ഷേ യഥാർത്ഥത്തിൽ ICMR ആണ് അതിന്റെ കമാൻഡിങ് അതോറിറ്റി. അതുപോലെ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിയമത്തിലെ പരീക്ഷണങ്ങൾ മുഴുവൻ നടക്കുന്നത് ഹൈക്കോടതി, സുപ്രീം കോടതി തുടങ്ങിയ സ്ഥലങ്ങളാണ്, താഴെ കോടതികളല്ല. അത്തരം പരീക്ഷണങ്ങൾ
അല്ലെങ്കിൽ അത്തരം നിയമപരിഷ്കാരങ്ങളിലേക്ക് നയിക്കുന്ന കോടതികൾ പല കാര്യങ്ങളും പഠിച്ചെടുക്കാൻ, കാരണം അത് വളരെ നമുക്ക് നമ്മൾ നിയമം എന്ന 3 അക്ഷരങ്ങൾ, ലോ എന്ന 3 അക്ഷരങ്ങൾ, അതിനൊക്കെ അപ്പുറം നമ്മുടെ ഓർമ്മകൾക്കും പരിധികൾക്കും അപ്പുറത്താണ് വിവിധ വിഷയങ്ങൾ. നമ്മൾ സങ്കല്പിക്കാനൊക്കാത്ത തരത്തിലുള്ള കേസുകളും നമ്മൾ ചിന്തിക്കാനൊക്കാത്ത, ആന്റിസിപ്പേഷൻ എന്ന് പറയും, ആന്റിസിപ്പേറ്റ് ചെയ്യാനൊക്കാത്ത കാര്യങ്ങളുമാണ് പലപ്പോഴും ഒരു നിയമ ചോദ്യങ്ങളെ വരുന്നത്. അതിന് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയും. അപ്പോൾ ആ ലീഗൽ ഇഷ്യൂസ് കുറച്ചൊക്കെ ലെജിസ്ലേച്ചർ, സംസ്ഥാന നിയമസഭയും ലോക്സഭയും രാജ്യസഭയും ഒക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഈ പറയുന്ന വലിയൊരു കോടികൾ, 140 കോടികളും വരുന്ന ഒരു വലിയ ജനസമൂഹത്തിൽ അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് ഒരിക്കലും ഓർക്കാനോ സങ്കല്പിക്കാനോ കഴിയുന്നില്ല. പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ യുക്തിപരമായി, കാരണം നമുക്ക് A+B² എന്ന തത്വത്തിൽ നിയമം ഉപയോഗിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പിന്നെ H2O നിർമ്മിക്കുന്നത് പോലെ ഹൈഡ്രജൻ+ഓക്സിജൻ ഇല്ല. വളരെയധികം പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ബാലൻസാണ് ഓരോ വിധിന്യായവും. അപ്പോൾ അത് പഠിച്ചെടുക്കാൻ വിധിന്യായത്തിന് സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ, വിധിന്യായം എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് സമൂഹത്തിന് സപ്ലൈ ചെയ്യുന്നത് ഒരു ജഡ്ജിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജസ്റ്റിസ് ഇന്ന ആള് പറഞ്ഞു. പക്ഷേ അതിന്റെ കുക്കിംഗ് സംവിധാനമുണ്ട്, പാകപ്പെടുത്തുന്ന, പരുവപ്പെടുത്തുന്ന അവർ അഡ്വക്കേറ്റ്സ് ആണ്. അവരാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ കാര്യമായി പഠിച്ച് അതിൽ പഴയ തത്വങ്ങളും ശരികളും സന്നിവേശിപ്പിച്ച് അതിനെ ജഡ്ജിക്ക് സമൂഹത്തിലേക്ക് സപ്ലൈ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ കൊണ്ടു കൊടുക്കുന്നവരാണ്, അത് തയ്യാറാക്കി കൊണ്ടുകൊടുക്കുന്നവരാണ്. അവർക്ക് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. കാരണം പല പ്രഗത്ഭരായ ഭാഷകർ പോലും ഓരോ ശബരിമല കേസ്, അതിനകത്ത് ചോദ്യം വളരെ സിമ്പിളാണ്, സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ വേണ്ടി. പക്ഷേ അതുമായി ബന്ധപ്പെട്ട വിധിന്യായത്തിന്റെ എന്തുമാത്രം ഏടുകളാണ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു കുഞ്ഞു വരികളാണ്. പക്ഷേ അതിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ ഒന്നീ പ്രവേശിപ്പിക്കണം, അല്ലെങ്കിൽ പ്രവേശിപ്പിക്കണ്ട. ഇതിന്റെ കാരണങ്ങൾ ചിലപ്പോ തിരുവിതാംകൂർ മഹാരാജാവും, അല്ലെങ്കിൽ പന്തള മഹാരാജാവും, അല്ലെങ്കിൽ വേദങ്ങളും ഉപനിഷത്തുകളും ധർമ്മങ്ങളും പല 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 കാര്യങ്ങൾ ചേർത്താണ് ഇതിന് ഉത്തരം കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ശരിയായ, അതായത് പഴം പാകമാകാൻ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നമുക്കൊരിക്കലും, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളാണ് ഈ പലപ്പോഴും നിയമത്തിൽ പല കേസുകളിലും മേൽക്കോടതികളിൽ വരുന്ന കാലതാമസത്തിനെ ഞാൻ ന്യായീകരിക്കുന്നു. കാരണം പലപ്പോഴും പഴം പാകമാകാൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയമാണ് അതിന് സമൂഹം പരുവപ്പെടണം. അതായത് ഒരു ശബരിമല കേസിന്റെ വിധി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കയറാം എന്നതിനെ സംബന്ധിച്ചൊരു വിധി, അത് സംബന്ധിച്ചൊരു 1990-കളിൽ വന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ വലിയ കലാപമുണ്ടായിരുന്നു. അതിന് സമൂഹവും പാകപ്പെടണം. അപ്പോൾ സമൂഹത്തിന്റെ പാകപ്പെടലിന് വേണ്ടി ചിലപ്പോൾ മഹാത്മാരായ പല ന്യായാധിപന്മാരും വിധികൾ മാറ്റിവെക്കും. വളരെ ഗൗരവമായ കാര്യം, നമ്മുടെ പെട്ടെന്നുണ്ടായ വിധി ഞാൻ ഓർമ്മിപ്പിക്കുക. ഇന്ദിരാഗാന്ധിയുടെ അലഹാബാദ് ഹൈക്കോടതി വിധി വളരെ പ്രസക്തമാണ്. ആ അലഹാബാദ് ഹൈക്കോടതി വിധി ന്യായം പാസ്സാക്കി. ആ പാസ്സാക്കിയതിന് ശേഷം മേൽക്കോടതിയിൽ ചിലപ്പോൾ അതിലൊരു ഓപ്പറേറ്റിംഗ് പാർട്ട് ഇന്ന ദിവസം മുമ്പ് നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേ വാങ്ങിക്കാനുള്ള സമയം നൽകിയിരുന്നെങ്കിൽ ഇന്ത്യയിൽ എമർജൻസി ഉണ്ടാവുമായിരുന്നില്ല. അതിനകത്തൊരു ഓപ്പറേറ്റിംഗ് പാർട്ട്, ഇന്ത്യയുടെ ഭരണാധികാരിയാണ്, ഭരണകൂടത്തിൽ നിന്നും അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയിൽ നിന്നും പുറത്തു പോവുകയാണ്. അപ്പോൾ ഇത് ഓപ്പറേറ്റിംഗ് പാർട്ട്, സെക്കൻഡ് പാർട്ടായിട്ട് ഇത് സുപ്രീം കോടതിയുടെ ഇത്ര മാസം ഇതിന് സമയം കൊടുത്തുകൊണ്ടൊരു വിധിന്യായം സെക്കൻഡ് പാർട്ട് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ദിരാഗാന്ധി ആ നിമിഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമായിരുന്നില്ല. അതേ തുടർന്നു. അപ്പോൾ വിധിന്യായങ്ങളുടെ വേഗത, എത്രയോ അധികം ആളുകൾ വളരെയധികം മരണപ്പെടുന്നതിനും ഒക്കെ ഇന്ത്യ മുഴുവൻ വലിയ എത്രയോ ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അത്തരം ഒരു അടിയന്തരാവസ്ഥയിൽ നയിച്ചത് ഒരു സാവകാശമില്ലാതെ വന്നൊരു വിധിയാണ്. അപ്പോൾ ആ തലത്തിൽ വലിയ ഏറ്റവും അവസാനം ബംഗ്ലാദേശിൽ 5% റിസർവേഷൻ തീരുമാനിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി വന്നു. ആ വിധി 2030 വന്നിരുന്നെങ്കിൽ ചിലപ്പോ ബംഗ്ലാദേശിൽ ഹസീനയ്ക്ക് നാരൂട്ടമുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും മണിപ്പൂരിൽ സംവരണ സമിതി വിധി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് വിധിന്യായങ്ങൾ പാകമാകുന്ന സമയം വരെ കാത്തിരിക്കണം. ജനങ്ങൾക്ക് ദഹിക്കുന്ന
ജനങ്ങൾ കഴിക്കാൻ പാകുന്ന സമയം വരെ ചിലപ്പോൾ നീട്ടിവെച്ചു പോകും. അത് വലിയ അപകടങ്ങൾ തടയിടാൻ വേണ്ടി. ചില ഘട്ടങ്ങൾ ചിലപ്പോൾ നമുക്കത് കാലതാമസമായി അനുഭവപ്പെടാം. പക്ഷെ അത് സാഹചര്യങ്ങൾ നമ്മളതിൻ്റെ പ്രവർത്തനം നോക്കുമ്പോൾ പിന്നെ നമുക്ക് ഗരുഡന്റെ അമ്മയെ പോലെ കാത്തിരിക്കേണ്ടി വരും. ഓക്കെ, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം കൂടെ. ഈ നമ്മൾ ഉപയോഗിക്കുന്ന നിയമ പോരാട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ടല്ലോ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയാലും ഈ വക്കീൽ ഭാഷയുണ്ടല്ലോ, പലപ്പോഴും അത് സാധാരണക്കാർക്ക് അത്ര അങ്ങോട്ട് അപ്രാപ്യമല്ല എന്നുള്ളൊരു സാങ്കേതികമായ പ്രശ്നമുണ്ട്. അതിനകത്ത് സാധാരണക്കാരെ മനസ്സിലാക്കാൻ വലിയ പ്രശ്നമുണ്ട്. അപ്പം എപ്പോഴും ഒരു വക്കീലിന്റെ സഹായം വേണ്ടി വരും. എന്തുകൊണ്ട് ഇത് കുറച്ചുകൂടെ ലഘൂകരിച്ച് അല്ലെങ്കിൽ സാധാരണ ഒരു സിംപ്ലിഫൈഡ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൂടാ? സാധാരണക്കാരുടെ ഭാഷയിലൂടെ. ശരിയാണ്, ചോദ്യം വളരെ ശരിയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഷയുടെ ആദ്യവും ആത്യന്തവുമായ ലക്ഷ്യം ഒരാൾ മനസ്സിൽ നിന്ന് വേറൊരു മനസ്സിലേക്ക് ഒരു സ്പൂൺ ഫീഡിംഗ് ആണ്. ഇവിടെ സ്പൂൺ ഫീഡിംഗ് മാത്രമാണ്. അപ്പോൾ പിന്നെ ഭാഷ ആ ഒരു മധുരം അല്ലെങ്കിൽ ആ ഒരു കയ്പ് നൽകുകയാണ്. ഇവിടെ നിയമത്തെ സംബന്ധിച്ചിടത്തോളം നിയമത്തിലെ പല കാര്യങ്ങളും ഏറെ പഴയതാണ്. ലാറ്റിൻ തൊട്ട് വളരെയധികം തത്വങ്ങൾ വളരെ പഴയതാണ്. അതിനെയൊക്കെ ഭാഷാന്തരീകരിച്ച് സരളമാക്കി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് കാര്യമായ ഇടപെടൽ നടത്തേണ്ട അവസ്ഥയാണ്. നമുക്ക് നിയമം ചേർക്ക് മനസ്സിലാവുന്ന ഭാഷയാണ്. ഇപ്പോൾ ഡോക്ടർമാർ എഴുതുന്ന കൈപ്പടകളുണ്ടല്ലോ, അത് അറിയാവുന്നത്, എളുപ്പത്തിൽ അറിയാവുന്നത്. കാരണം ആ കൈപ്പടകൾ സാവകാശമൊക്കെ വെച്ചാൽ സെക്കൻഡ് കൊണ്ടാണ് അവർ എഴുതുന്നത്, ഡയഗ്നോസ് ചെയ്യുന്നു, എഴുതുന്നു. അവരുടെ ആ കൈകളുടെ ചലനവും തലച്ചോറിന്റെ ചലനവും തമ്മിലുള്ള ആ ധൃതി, സ്പീഡ്, ടേംസ് അല്ല, അവരൊരു ഡയഗ്നോസ് ചെയ്യുമ്പോൾ സെക്കൻഡ് കൊണ്ട് എത്ര സ്പീഡിലാണ് അവർ എഴുതി പോകുന്നത്. ആ സ്പീഡിൽ അത് ആ തലച്ചോറിൽ മിന്നുന്ന സമയത്ത് അവരൊക്കെ വിരൽ അനങ്ങിയിരിക്കും. അപ്പോ ഇവിടെ നിയമത്തെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ഇതൊരു സാങ്കേതിക വിദ്യയാണ്. നിയമം ഒരു സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ ഒരു എഞ്ചിനീയറുടെ പല സാങ്കേതിക വിദ്യകളും മനുഷ്യന് പ്രാപ്യമല്ല. പക്ഷെ അവൻ ആ സാങ്കേതിക വിദ്യ വെച്ച് വീട്ടിൽ താമസിക്കുന്നുണ്ട്. ആ സാങ്കേതിക ശരിയാണ്. നമുക്ക് അങ്ങനെ സാധ്യമാകണമെങ്കിൽ പ്രത്യേകിച്ചും ആരോഗ്യരംഗത്ത് പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയില്ല. എന്നാൽ വളരെ സരളമായ ഭാഷയിൽ ജനകീയ ഡോക്ടർമാർ എഴുതാറുണ്ട്. നിയമരംഗത്ത് ഒരു ജനകീയ അഭിഭാഷകൻ അല്ലെങ്കിൽ ആ തലത്തിൽ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. അത് ഇവിടെ മാത്രമല്ല. പക്ഷേ ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതി, വിധിന്യായങ്ങൾ മലയാളത്തിലാക്കാൻ ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, ലീഗൽ എയ്ഡ് ഡിഫൻസ്. ആ സംഘടന വളരെ വർഷങ്ങളോളം ശ്രമിച്ചിട്ടുണ്ട്. 2015 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ വിധിന്യായങ്ങളും മലയാളത്തിലാക്കണം, അതിനുവേണ്ടി ഒരു കമ്മിറ്റി, ഒരു മീറ്റിംഗ് കൂടി. അപ്പോൾ 2016 ആ കമ്മിറ്റി 2 പ്രാവശ്യം കൂടി. അതിന് ലോ ഡിപ്പാർട്ട്മെന്റ് നോഡൽ ഓഫീസറെ വെച്ചു, അതിനുവേണ്ട ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഇന്നും അത് സാധ്യമായിട്ടില്ല. അപ്പോൾ ശരിക്കും വിധിന്യായങ്ങൾ മലയാളത്തിലാവുക എന്ന് പറയുന്ന ഒരു സംഗതി വന്നാൽ ഭാഷ സരളമാവും. കാരണം വിധിന്യായങ്ങൾ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ വരുമ്പോൾ, ലാറ്റിൻ ഉപയോഗിക്കാൻ വരുമ്പോൾ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഞാൻ എന്താണ്, മറിച്ച് വിധികർത്താവ് മാർക്കിട്ടത് അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവാഞ്ഞത് കൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവും. അത്തരം മനസ്സിലാവുകൾക്ക് വിധിന്യായങ്ങൾ നമുക്ക് സാങ്കേതികമായി നമ്മൾ പല തരത്തിലുള്ള സാങ്കേതിക പദങ്ങളുടെ ഉപയോഗം, നിയമത്തിലെ ചില ശീലങ്ങൾ, രീതികൾ, പദാവലികൾ, നമുക്ക് അതൊക്കെ നമുക്ക് സാധാരണ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കാൻ വലിയ പ്രയാസമുണ്ട്. സാധാരണ അത്ര സരളീകരിച്ച് അത് ഉപയോഗിക്കാൻ കഴിയില്ല. മാത്രമല്ല ചില കാര്യങ്ങൾ നമുക്കത് അവതരിപ്പിക്കാൻ പാടില്ല. ചില കാര്യങ്ങൾ ഇപ്പം നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ നമ്മുടെ മണ്ണ് തൊട്ട് ആകാശം വരെ നീളുന്ന വിഷയങ്ങളാണ് നിയമത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത്. പത്രപ്രവർത്തന രംഗത്തെ കുറിച്ച് പ്രസ് കൗൺസിൽ ആക്ട് ഉണ്ട്, ഒരു ആക്ട് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഓർക്കുക, കുഞ്ഞുങ്ങളെ കുറിച്ച് ആക്ട് ഉണ്ട്. അപ്പം എല്ലാ മേഖലയിലും അതത് വകുപ്പുകൾ തയ്യാറാക്കി അയക്കുന്നത് നിയമദൃഷ്ട കണ്ട് നിയമങ്ങളാക്കി പാസ്സാക്കുന്ന പ്രക്രിയമാണ് നിയമവകുപ്പിനുള്ളത്. ഇത് വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കം വരുന്നു, ആ തർക്കത്തെക്കുറിച്ച് ശരിയായി അറിയാവുന്ന ആൾക്കാ ആ തർക്കക്കാരൻ പറയുന്ന കാര്യങ്ങൾ
വക്കീൽ ഭാഷയിലാക്കി മാറ്റുമ്പോൾ അത് പിന്നീട് വായിക്കുമ്പോൾ തർക്കക്കാരന് മനസ്സിലായില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഞാൻ എന്താ പറയുക, ഈ നിയമക്കുരുക്കുകളുണ്ടല്ലോ, ചിലപ്പോൾ ഈ സാധാരണക്കാരത് മനസ്സിലാവാത്തോണ്ട് ഉണ്ടാവുന്നുണ്ടല്ലോ. അവൻ ചെന്ന് പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് എഴുതി ചേർത്തിരിക്കുന്ന ചില ലീഗൽ ടെക്നിക്കൽ ടേംസ് ഒക്കെ ഈ സാധാരണക്കാരന് എങ്ങനെയാ മനസ്സിലാകുന്നത്? പലപ്പോഴും അത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അല്ല ഇത് എന്താണ് എന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിധിന്യായം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് എന്നെ എന്താണ് ആരോപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് എന്നെ കുറിച്ച് വിധിന്യായം പറഞ്ഞത്. അതിനകത്ത് ഇപ്പോ വിധിന്യായങ്ങള് നമ്മള് പലപ്പോഴും ഒരു നിയമ ചക്രത്തില് ക്ലച്ചസ് ഓഫ് ലോയില് പെട്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾ കുറ്റക്കാരനായിക്കോട്ടെ കുറ്റക്കാരനല്ലാതായിക്കോട്ടെ, അയാളെ സംബന്ധിച്ചോളം അയാൾക്ക് ആശ്വാസം വിധി വരുമ്പോഴാണ്. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന് വിധി മനസ്സിലാവുന്നില്ല. നിയമം പറയുന്നത് അവരുടെ ഭാഷയെ തന്നെ എഴുതി കൊടുക്കണം, ചോദ്യങ്ങൾ അവരുടെ ഭാഷയെ പറയണം, കുറ്റക്കാരൻ ക്ലച്ചസ് ഓഫ് ലോയിൽ പെട്ട ആളുടെ ഭാഷയെ പറയണം എന്നൊക്കെയാണ് നിയമം പറയുന്നത്. എന്നാൽ അവർക്കത് മനസ്സിലാകാത്തൊരവസ്ഥ വലിയ ഗുരുതരമായ വിഷയമാണ്. ഒരു രോഗിക്ക് ആ രോഗത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്ന പോലെ തർക്കിക്കുന്ന ഒരാളെ സംബന്ധിക്കണം, അയാൾക്കെതിരെയുള്ള ചാർജ് കൃത്യമായി മനസ്സിലാക്കണം. പലപ്പോഴും ചില നിയമക്കുരുക്കുകൾ, ആ നിയമക്കുരുക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അഭിഭാഷകൻ പോലും പഠിച്ചെടുക്കുന്നത് ഏറെ വർഷത്തെ പ്രയത്നത്തിന് ശേഷമാണ്. അപ്പോൾ ഒരു സാധാരണക്കാരന് പെട്ടെന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. കാരണം ഇതൊരു നിയമം ഒരു ഫിലോസഫിയാണ്. അപ്പോൾ നമുക്കൊരു സന്യാസിയുടെ പ്രസംഗം, ആ പ്രസംഗം മനസ്സിലാവണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് വലിയ ഭക്തി വേണം, അല്ലെങ്കിൽ നമുക്ക് ഫിലോസഫി അറിയണം, അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് നല്ല ധാരണ ഉണ്ട്. ഇവിടെ സന്യാസിയുടെ പ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങൾ വളരെ നല്ലതാണ്, നമ്മുടെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് മനസ്സിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് സ്വാഭാവികമായി കടലിന് ഉപ്പുണ്ടല്ലോ, അതാണ് വ്യത്യാസം. അപ്പോൾ ആ ഉപ്പ് കടലിലെല്ലാം പരന്നിരിക്കുന്നു. നിയമത്തിൽ എല്ലാത്തിനും ഒരു സാരാംശമുണ്ട്. ഈ സാരാംശം വളരെ കേസ് നടത്തുന്ന വ്യവഹാരികൾ, സ്ഥിരം കുറ്റവാളി കള്ളന്മാരുണ്ടല്ലോ, അവർക്ക് നേരിട്ട് വിസ്തരിക്കും. കാരണം അവർക്ക് ഇതറിയാം. അറിവ് കൊണ്ടല്ല, പരിചയ സമ്പന്നത കൊണ്ട് മാത്രം മനസ്സിലാകുന്ന ഒരു അടുക്കളയിലെ തൊല്ലുപോലെയാണ് ഈ മേഖല. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു നിമിഷം കൊണ്ട് അടുക്കളയിൽ ചെന്ന് എന്തെങ്കിലും ഒരു കറി വെക്കാൻ കഴിയില്ല, പറ്റുമോ? അതുപോലെ ഇതൊരു പരിചയ സമ്പത്തിന്റെ പദാവലികൾ പോലും പരിചയ സമ്പത്താണ് ഒരു തലച്ചോറിൽ ഓർമ്മ സൃഷ്ടിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചോളം ആദ്യമായി വരുന്ന ഒരാൾക്ക് ഈ വലിയ മേഖല അല്ലെങ്കിൽ 4000 വർഷത്തിന്റെ ഒരു ബാഡ് ബിക്കിങ്ങുള്ള ഒരു സമൂഹം, നിയമസമൂഹം അല്ലെങ്കിൽ അഭിഭാഷക സമൂഹം അല്ലെങ്കിൽ നീതി സമൂഹം, അത് മനസ്സിലാക്കാൻ പാടാണ്. കാരണം ഇതൊരു ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കൈത്തോടാണ്. നീതി ഒരു കൈത്തോടാണ്. നീതി എന്ന് പറയുന്ന ഒരു കൈത്തോട്ടിലൂടെ ഒരു വിഷയം കടന്നു പോവുകയാണ്. അപ്പോൾ ചില സ്ഥലത്ത് വരുമ്പോൾ അത് തെളിച്ചുണ്ടാവും. അവിടെയാണ് കോടതികൾ ശ്രദ്ധിക്കുന്നത്. ഇതിങ്ങനെ ഒഴുകി പോകുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് ഈ വെള്ളത്തിന് നല്ല തെളിച്ചം വരും. ആ തെളിച്ചമാണ് കോടതി ഒപ്പിയെടുത്തിട്ടാണ് തെളിവായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ഒരിക്കലും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് നല്ലതാണ്. പക്ഷേ പഴയ കാലത്തെ വലിയ വ്യവഹാരികൾക്കും ഈ ധാരാളം കേസ് നടത്തുന്ന കള്ളന്മാരുണ്ട്, അവരൊക്കെ നിയമം നല്ലോണം അറിയാം, എന്തുകൊണ്ടാണ്? ഇത് പരിചയ സമ്പത്ത് കൊണ്ട് മാത്രം. അതായത് അഡ്വക്കേറ്റ് പരീക്ഷ പാസ്സായതുകൊണ്ടല്ല, പോരാട്ടത്തിലൂടെ നമുക്കൊരിക്കലും ഒരു യുദ്ധത്തില് എങ്ങനെയാണ് അമേരിക്ക ജയിക്കുന്നത് എന്ന് നമുക്ക് ഗുണം നമുക്ക് അമേരിക്ക എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. കാരണം ഇതൊരു ഗണിതശാസ്ത്രമാണ്. നമുക്ക് അതൊരിക്കലും നമുക്ക് അത് അറിഞ്ഞാലുള്ള കുഴപ്പം. ഇപ്പൊ എങ്ങനെയാണ് ഒരു കേസിലെ പ്രതിയെ വെറുതെ വിട്ടത് എന്നറിഞ്ഞാൽ ദൃശ്യം സിനിമ പോലെ അടുത്ത ആൾ ഉപയോഗിക്കില്ലേ? അപ്പോ അത് സമൂഹത്തിന് തകരാറുണ്ടാക്കുകയില്ലേ? അതുകൊണ്ട് തന്നെ ഈ വീടിന് വെച്ച സ്ഥലത്ത് ചില സ്ഥലത്ത് ദുർബലമായ ഇഷ്ടികകളുണ്ട്, മൂലക്കല്ല്. പക്ഷെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് റെഡിയാക്കി വെക്കും. കാരണം കള്ളൻ ഇത് കണ്ടാൽ ആ ഭാഗം പൊളിക്കും. അപ്പോൾ ചിലപ്പോ ചില കാര്യങ്ങൾ ഗോപ്യമായി വെക്കേണ്ടതും സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നതുകൊണ്ടായിരിക്കാം പണ്ട് മുതലേ ഇത്തരം പദാവലികളും ഇത്തരം തന്ത്രങ്ങളും
ഇത്തരം ഫിലോസഫികളുമൊക്കെ നിയമത്തിന്റെ രൂഢമൂലമായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത മനസ്സിലാക്കുന്നത് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. അതെ, അത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഈ നന്മ മാത്രമുള്ള ആളുകളെ സംബന്ധിക്കുന്നത് ശരിയാണെങ്കിൽ പോലും തിന്മ മനസ്സിലുള്ള ആളെ സംബന്ധിക്കത്തോളം ചിലപ്പോൾ അത് ഒരേ സമയത്ത് ഒരേ വസ്തു നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു പ്രത്യേക ഓപ്പറേഷൻ ഉപയോഗിക്കാം, ഒരാളെ കഴുത്ത് ഇല്ലാതാക്കാൻ ഉപയോഗിക്കാം എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ഡോക്ടറെ കേസ്. അപ്പൊ അതുപോലെ ചിലത് തെളിഞ്ഞും ചിലത് ഒളിഞ്ഞും തന്നെയാണ് നിയമം മുന്നോട്ട് പോകുന്നത്. പക്ഷേ വിധിന്യായങ്ങൾ മലയാളത്തിലാക്കാം, അതിനു വേണ്ടിയിട്ട് മലയാളത്തിലാക്കി അതിനോടുള്ള ശ്രമങ്ങൾ ഉണ്ടാവാം. പക്ഷേ ദൃശ്യം സിനിമയിൽ തെളിവ് വളരെ വളരെ രസകരമായി മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ തെളിവ് നിയമം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്ര വ്യക്തി. പക്ഷേ അത് ഡോക്യുമെന്ററി എവിഡൻസിനെ വളരെ വിശാലമായി ഉപയോഗിച്ചൊരു സിനിമയാണ്. അത് പല കുറ്റകൃത്യങ്ങൾക്കും പ്രേരകമായി എന്നത് നമ്മളെയൊക്കെ വളരെയധികം ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ചില ഘട്ടങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരട്ടെ, ചില കാര്യങ്ങൾ ആ നിയമത്തിന്റെ ഉള്ളിൽ തന്നെ രൂഢമൂലമായി രഹസ്യം എന്നുള്ളതായിരുന്നു. സാറൊരു എൻവയറമെന്റൽ ആക്ടിവിസ്റ്റ് കൂടിയാണ് അല്ലേ? അപ്പോൾ അതിനെ കുറിച്ച് എന്താണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിക്ക് വേണ്ടി ധാരാളം നിയമങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്, പരിസ്ഥിതി സംരക്ഷണം. പക്ഷേ നമ്മള് ഹിമാലയത്തിന്റെ വിഷയങ്ങളെ കുറിച്ച് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഹിമാലയത്തിൽ ഹിമവാളികൾ ഉരുകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഓസോണിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് അഷ്ടമുടിക്കായലിലെ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ കൂടി ചേർന്നാണ് അതങ്ങനെ ആക്കിയത്. അപ്പോൾ നമ്മുടെ പ്രകൃതി സംബന്ധമായി പരിസ്ഥിതി സംബന്ധമായുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ താല്പര്യമെടുക്കേണ്ടത് ഓരോ പൗരനുമാണ്. ഇവിടെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു പൊതു ബന്ധത്തിലാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. അതിലേതെങ്കിലും ഒന്ന് ഇല്ലാതാവണമെന്നില്ല. ഇവിടെ നമുക്ക് നമ്മുടെ ജലാശയങ്ങൾ, നമ്മുടെ മരങ്ങൾ, നമ്മുടെ കാടുകൾ, നമ്മുടെ മൃഗങ്ങൾ ഒക്കെ നമ്മുടെ എന്ന് നമുക്ക് തോന്നുന്നില്ല. നമ്മുടെ വീട്, നമ്മുടെ നാട്, നമ്മുടേതായ വസ്തുക്കൾ എന്നതൊക്കെ നമ്മുടെയും തോന്നുമ്പോൾ അതിനെ കൂടി എന്താണ് നമ്മുടേതാക്കി കാണാത്തതെന്നാണ് നമ്മുടെ മുമ്പിലുള്ള വലിയ പ്രശ്നം. അവിടെയാണ് പരിസ്ഥിതി നിയമങ്ങൾ പരാജയപ്പെട്ടു. ആരെങ്കിലും ഒരാൾ പരിസ്ഥിതി നിയമങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോയാൽ ആ സ്ഥലം ദുരുപയോഗിക്കുന്ന ധാരാളം ബിസിനസ്സുകാർ അല്ലെങ്കിൽ അതിനെ കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയക്കാർ അവരൊക്കെ ഈ പരിസ്ഥിതി പ്രവർത്തനത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതി നിയമങ്ങൾ ധാരാളം പാസ്സാക്കുന്നുണ്ട്. അന്തർദേശീയ തലത്തിൽ പരിസ്ഥിതി സംരക്ഷിക്കുന്നത് സംബന്ധിച്ചുള്ള എല്ലാ എഗ്രിമെന്റ്സിലും നമ്മൾ ഒപ്പിട്ടതുകൊണ്ട് നിയമങ്ങൾ പാസ്സാക്കാൻ നിർവാഹമില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ തൊട്ടടുത്ത് അഷ്ടമുടിക്കായൽ തൊട്ട് എത്രയോ സ്ഥലങ്ങൾ നമുക്ക് എത്രയോ JCBകളുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും ഓരോ പരിസ്ഥിതി നിയമത്തെ കൊല്ലുകയാണ്. അപ്പോൾ ഇവിടെ പരിസ്ഥിതി സംരക്ഷിക്കണം എന്ന നിലയിലേക്ക് അതായത് ആത്മാർത്ഥമായ നമ്മുടെ ചുറ്റും ഓരോ വ്യക്തിയും അതായത് അഷ്ടമുടിക്കായലിന്റെ കാര്യം പറയുമ്പോൾ അവിടുത്തെ കോളിഫോം ബാക്ടീരിയ ഒക്കെ അളവ് ഭയങ്കര കൂടുതലാണ്. 4 സ്ഥലത്താണ്ട് എടുത്ത് സാമ്പിൾ എടുത്ത് പരിശോധിച്ചതിൽ പറഞ്ഞതെല്ലാം കൂടി നിൽക്കുകയാണ്. അപ്പോൾ അതായത് 1000-ഓളം സ്ഥാപനങ്ങൾ അവരുടെ വേസ്റ്റേജ് ടാങ്കായിട്ട് നമ്മുടെ അഷ്ടമുടിക്കായലിൽ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് വളരെ കൃത്യമായി നമുക്കറിയാം. ഇത് കണ്ടെത്താൻ ചിലപ്പോൾ പലപ്പോഴും മണ്ണടിയിലൂടെയാണ് ഈ ഫ്ലോ വരുന്നത്. എന്നാലും അത് കണ്ടെത്താൻ സാങ്കേതിക വിദ്യ ധാരാളമുണ്ട്. ആരെങ്കിലും ഈ അടുത്തിടയ്ക്ക് കൃത്യമായി ട്രിബ്യൂണൽ ഇടപെട്ടിട്ട് വലിയൊരു തുക കോർപ്പറേഷന് അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും എന്താണ് എവിടെയാണ് ഈ ബാക്ടീരിയകൾ വരുന്നത്, എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ അത് പരിശോധിക്കാൻ നമ്മുടെ സാങ്കേതിക വിദ്യകളോ ശാസ്ത്രജ്ഞരോ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഈ പറയുന്നത് 19% അവിടുത്തെ മീനിൽ ഉള്ളത്. അതൊക്കെ തന്നെ ഷെൽഫിഷ്, നമ്മുടെ കക്ക പോലുള്ളതിനകത്ത് 40% ഉണ്ട്. അപ്പൊ അതൊന്നും ആലോചിക്കാം, നമ്മുടെ ശരീരത്തിലോട്ട് കയറിയാണ് ഈ മൈക്രോ പ്ലാസ്റ്റിക്. നമ്മുടെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചോളം ജില്ലയിലെ നല്ലൊരു സമൂഹം അഷ്ടമുടിക്കായലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ താമസിക്കുന്ന അഷ്ടമുടി വളരെ ദൂരെയാവും. പക്ഷെ അഷ്ടമുടിക്കായൽ വളരുന്ന മീൻ
നമ്മൾ കഴിക്കുന്നുണ്ട്. അതോടുകൂടി നമ്മളും അഷ്ടമുടിക്കാർ ബന്ധമുണ്ട്. അതെ അതെ. ഇവിടെ മാത്രമല്ല ധാരാളം ആളുകൾ അഷ്ടമുടിക്കാർ കൊണ്ട് ഉപജീവനം നടത്തുന്നു, കക്കാവാരിയും മീൻ പിടിച്ച് ജീവിക്കുന്നു. അങ്ങനെ ഒരു സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായി നമ്മുടെ ശ്രീകുമാറിന്റെ ഇഷ്ടമുടി എന്ന് പറയുന്ന ഇത്രയും പ്രസക്തമായ ഒരു ജലാശയം പോലും അത് നശിക്കാതെ നന്നായി പോകണം എന്ന നിലയിൽ ഒരു ധാരാളം പരിസ്ഥിതി നിയമങ്ങളുണ്ടെങ്കിൽ പോലും അത് വിളിച്ചു പറയാനോ നിർബന്ധമായി നടപടി സ്വീകരിക്കാനോ നമ്മളാരും തയ്യാറാവുന്നില്ല. നമ്മളും അത് ഒരു വേസ്റ്റേജ് ടാങ്കായി മാറ്റുന്നു. അവിടെ എങ്ങനെയാണ് നിയമങ്ങളല്ല നടപ്പിലാക്കണമെന്ന് കരുതുന്ന ഒരു സമൂഹമാണ് നമുക്കുണ്ടാവേണ്ടത്. അവിടെയാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ തന്നെ. പക്ഷെ പലപ്പോഴും അതൊന്നും വിജയിക്കാതെ പറയാമെന്നല്ലാതെ ഇത് ശരിക്കും അഷ്ടമുടിക്കാരൻ്റെ ഉൾപ്പെടെയുള്ള മാലിന്യത്തിന് കാരണമായ സ്ഥലങ്ങൾ, അതിൻ്റെതായ സാധ്യതകൾ അതൊക്കെ കണ്ടുപിടിക്കാൻ തികച്ചും ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കണം. എവിടെ നിന്നാണ് ഇത് ഫ്ലോ വരുന്നത്? ഇത് കണ്ടെത്തുക എന്നുള്ളത് ഇന്ന് വളരെ സിമ്പിളാണ്. പക്ഷെ അതിന് ഇച്ഛാശക്തിയുള്ള സർക്കാർ തയ്യാറാവണം. അല്ലാതെ ഇത്രയും വലിയ ജലാശയം, ചെറിയ ജലാശയം നമുക്ക് കയ്യേറ്റങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു നാടിന്റെ വേറെ ഒരു ലണ്ടനിലെ തെംസ് നദിയെ പോലെയാണ് കൊല്ലത്തിന് അഷ്ടമുടിക്കായൽ എന്നോടെ പറയാം. കാരണം ഇവിടുത്തെ നിലനിൽപ്പ് യഥാർത്ഥത്തിൽ കാലാവസ്ഥ പോലും, ഇവിടുത്തെ സസ്യലതാദികൾ പോലും, മനുഷ്യജീവിതം പോലും ഏറ്റവും നമുക്കറിയില്ല ബന്ധപ്പെട്ടിരിക്കുന്നത് അഷ്ടമുടിക്കായലുമായിട്ടാണ്. അപ്പോൾ അതിന് കഴിയുന്ന നിലയിൽ വലിയൊരു പ്രചരണം, അതിന് താല്പര്യമെടുക്കുന്ന ഒരു സമൂഹവും ഉണ്ടാവത്തുന്ന കാലം ഇത് തുടർന്നുകൊണ്ടിരിക്കും. നിയമങ്ങൾക്ക് സമൂഹം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹം പാകമാകാത്ത സ്ഥലത്ത് നിയമങ്ങൾ അപ്രസക്തമാണ്. ഈ ഓണത്തിന് നമ്മൾക്ക് നൽകാനുള്ള സന്ദേശം അത് യഥാർത്ഥത്തില് നാടിന് ഒരു മാനവരാശിക്ക് സങ്കല്പിക്കാനൊക്കാത്ത അല്ലെങ്കിൽ സ്വപ്നം കാണാനൊക്കാത്ത ഒരു വലിയ ആശയം തന്നിട്ട് കടന്നുപോയ ഒരു മഹത് വ്യക്തിയെ ആ കാലം കഴിഞ്ഞും ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലം എങ്ങനെയായിരുന്നു അതുപോലെ ഏതാനും ദിവസങ്ങൾ ആഘോഷിച്ച് അനുസ്മരിക്കുമെന്ന വലിയൊരു കാര്യമാണ് ഇതിനകത്ത് ശരിക്കും മഹാബലി നൽകിയിട്ടുള്ളത്. അത് ഇന്ന് മലയാളികളെല്ലാം തന്നെ മൈഗ്രൻസ് ആണ്. അപ്പോൾ എല്ലാ നാടുകളിലും ഓണാഘോഷങ്ങളുണ്ട്. ഈ ഓണാഘോഷങ്ങളിലൂടെ ഞങ്ങളുടെ ഒരു ലോകത്തിന്റെ പ്രൗഡ്നസ് ഞങ്ങളുടെ മഹാബലിയാണ് എന്ന സന്ദേശം നൽകാൻ മഹാബലിയുടെ സന്ദേശം ലോകം വഴി എത്തിക്കഴിഞ്ഞു. അത് ഈ നിലയിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ റൂൾ ഓഫ് ലോ ഇല്ലാതെ റൂളറായി മാറിയ ഒരു മഹാനായ പരമ്പര മുൻഗാമി ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് സമൂഹത്തെ ഓർമ്മിപ്പിക്കാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് മൈഗ്രൻസായി പോകുന്ന നമ്മുടെ ഭാവി തലമുറ ലോകത്ത് നൽകേണ്ടത്. അതാണ് ഈ ഓണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എനിക്കതൊന്ന് ഞാൻ ചോദിക്കാതെ തന്നെ സാർ എൻ്റെ ഒരു മെസ്സേജ് നൽകി കഴിഞ്ഞു, നമ്മുടെ ഒരു കൺക്ലൂഷന് വേണ്ടിയുള്ള മെസ്സേജ് നൽകി കഴിഞ്ഞു. അത് നമ്മളെല്ലാവരും വിഷമിക്കുന്നുണ്ട്. അടുത്ത തലമുറ കേരളത്തിൽ ഉണ്ടാവില്ല, എല്ലാവരും വിവിധ രാജ്യങ്ങളിലേക്ക് പോകുമെന്ന് നമ്മളൊക്കെ വിഷമിക്കുന്നുണ്ട്. ഒരു രാജ്യവും നിലയിൽ എത്ര കാലം നിലനിൽക്കാൻ കഴിയുമെന്ന് പോലും നമുക്ക് അറിയില്ല. കാരണം അത് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് മിടുക്കന്മാർ മുഴുവൻ നാടുവിട്ട് പോകുന്ന അവസ്ഥ ഒരു രാജ്യത്തിന്റെ ഭാവിക്ക് വളരെ അപകടകരമാണ്. അപ്പൊ അത്ര ഒരു സാധ്യതയിൽ പക്ഷെ അവരെല്ലാം തന്നെ മലയാളത്തിന്റെ മണം പേറിക്കൊണ്ട് ഓണാഘോഷങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഒരു സാധ്യതയിൽ ആഗോള പൗരന്മാരെ മാറുമ്പോൾ പോലും അവരുടെ ഉള്ളിൽ തമിഴിന്റെ മുന്നിൽ ഒരു ദ്രവിഡിയൻ കൺസെപ്റ്റ് ഉണ്ട്, അവനത് പ്രൊജക്ട് ചെയ്തു. അതുപോലെ നമ്മുടെ ഓണാഘോഷങ്ങൾ വളരെ അത്ഭുതകരമായ ഓണാഘോഷങ്ങളാണ്. മറ്റൊരു സ്ഥലത്തും കാണാത്ത അത്തരം ഓണാഘോഷങ്ങളിലൂടെ ആ നാട്ടിൽ നമ്മുടെ മഹാബലിയെ പരിചയപ്പെടുത്താനും പിന്നെ ആ ഒരു നിയമവ്യവസ്ഥ തന്നെ, നിയമത്തിന്റെ പരിധിയില്ലാത്ത നിയമവാഴ്ച എന്ന സങ്കല്പം ലോകത്തിന് ഒരു സന്ദേശമായി കൈമാറാനും നമ്മുടെ പുതുതലമുറയ്ക്ക് കഴിയണം. ഇതാണ്. അപ്പോൾ അതാണ് സാറിനോട് എനിക്കൊന്ന് നമുക്ക് ഒട്ടേറെ സമയം സംസാരിക്കാനുള്ള വിഷയങ്ങൾ സാറിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ
എന്തായാലും നമുക്ക് തുടരാം, ഇങ്ങനെയുള്ള ഇതിനൊക്കെയുള്ള വ്യത്യസ്തമാർന്ന ചർച്ചകൾ പലപ്പോഴും ഒക്കെ നമുക്ക് നടത്താം. അപ്പോൾ എന്തായാലും എന്നോടൊപ്പം ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് കെ സുബ്രഹ്മണ്യനാണ്. അദ്ദേഹത്തിന് റേഡിയോ മൻസിയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലും ഒക്കെ പ്രേക്ഷകരുടെ പേരിലും നന്ദി പറയുകയാണ്. നന്ദി സർ, ഇവിടെ വന്ന് ഇത്രയും കാര്യം പറഞ്ഞു. നമസ്കാരം.